ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് തീപ്പെട്ടി ഉരയ്ക്കുകയാണ്. ഉരച്ചിട്ടും അങ്ങോട്ട് കത്തുന്നില്ല കേട്ടോ. നിലവിളക്ക് കത്തിക്കണമല്ലോ. ഏതായാലും ഇത് കണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താ തീപ്പെട്ടി കത്തുന്നു ില്ല. അപ്പൊ കുറെ പ്രാവശ്യം ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, മോളെ നിനക്കൊരു തീപ്പെട്ടി പോലും കത്തിക്കാൻ അറിയത്തില്ലേ മോളെ എന്ന് ചോദിച്ചപ്പം, അയ്യോ അത് പിന്നെ തീപ്പെട്ടി കത്തിക്കാനൊന്നും എനിക്കറിയത്തില്ല, ഈ സ്മോക്ക് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ ഓക്കെ, തീപ്പെട്ടിയൊക്കെ കത്തിക്കാൻ അറിയായിരുന്നു, ഞാൻ സ്മോക്ക് ഒന്നും ചെയ്യുമല്ലോ അങ്കിളെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് തീപ്പെട്ടി ഒന്നും കത്തിക്കാൻ അറിയത്തില്ലെന്ന് പറയുമ്പം, പിന്നെ എല്ലാവരും ഇപ്പൊ സ്മോക്ക് ചെയ്തിട്ടല്ലേ തീപ്പെട്ടി കത്തിക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്നിങ്ങനെ മനസ്സിൽ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ദേ ഈ പെങ്കൊച്ചിനൊരു തീപ്പെട്ടി പോലും കത്തിക്കാൻ അറിയത്തില്ലല്ലോ, അയ്യോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞപ്പോ, ഭയങ്കര പാട് തന്നെ ആയിരിക്കും. ദേ മിക്കവാറും ഇന്ന് ആ തീപ്പെട്ടിക്കൊള്ളി മുഴുവൻ തീർന്നാലും ആ പെങ്കൊച്ച് തീ കത്തിക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, അല്ലേ രേവതി, ഇതെന്താ നീ തണുത്ത തീപ്പെട്ടിയാണോ കൊണ്ട് ഇവിടെ എടുത്ത് വെച്ചത്, അതുകൊണ്ടായിരിക്കും ആ തീപ്പെട്ടി കത്താത്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഇനിയിപ്പൊ അതിനും രേവതിയുടെ മണ്ടേ കയറ്, അല്ല തീപ്പെട്ടി കത്തിക്കാൻ അറിയത്തില്ലാത്ത ആ പെങ്കൊച്ചിന് വഴക്ക് കേൾക്കുന്നത് മുഴുവൻ രേവതി, എന്താ അമ്മ ഇതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും രവീന്ദ്രനും പറഞ്ഞു, എന്താ ചന്ദ്രേ, അവക്ക് തീപ്പെട്ടി കത്തിക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അല്ല അത് പിന്നെ തീപ്പെട്ടി തണുത്തിരിക്കുന്നോണ്ടാണോ എന്ന് അറിയില്ലല്ലോ. പിന്നെ തണുത്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ എല്ലാവരും തീപ്പെട്ടി യൂസ് ചെയ്യുന്നല്ലേ, പിന്നെ എവിടെ നിന്ന് തണുക്കാനാണ്? അതെ, ആ കുട്ടിക്ക് തീപ്പെട്ടി പോലും കത്തിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഒരു നാണക്കേടായി. വർഷ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് തീപ്പെട്ടി കത്തിച്ചിട്ട് തന്നെ കാര്യം, ഇന്ന് ഈ തീപ്പെട്ടിക്കൊള്ളി തീർന്നാലും കുഴപ്പമില്ല, ഇന്ന് ഞാൻ കത്തിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശ്രുതിയാണെ പറഞ്ഞു, ദേ ശ്രുതി ഇപ്പൊ വഴക്ക് കിട്ടും, അമ്മയുടെ ക്ഷമയെല്ലാം നശിച്ചു കഴിഞ്ഞു. രേവതിനെ എപ്പോഴും വഴക്ക് പറയാറില്ലേ, അതുപോലെ ഇപ്പൊ അവക്ക് വഴക്ക് കിട്ടും, കണ്ടോ ശ്രുതി നോക്കിക്കോന്ന് പറഞ്ഞു, നമുക്കൊരു എന്റർടൈൻമെന്റ് ആവുമെന്നും പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അത് ശരിയാ, കിട്ടട്ടെ, അവക്കും അങ്ങോട്ട് നല്ലവണ്ണം വഴക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ ഇതേ കത്തുന്നു തോന്നുന്നില്ല, മോളൊരു കാര്യം ചെയ്യാം നോക്ക്, ചിലപ്പം തീപ്പെട്ടി കത്തിക്കാൻ അറിയത്തില്ലായിരിക്കും, ഈ അമ്മ കത്തിച്ചു തരാന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മുടെ ശ്രുതി അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശ്രുതി ഓർത്തു ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും ചന്ദ്ര വഴക്കുണ്ടാക്കും. കോടീശ്വരിയായ മരുമോളോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ രേവതിയോട് വഴക്കുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ചന്ദ്ര വന്ന് കത്തിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി എന്ത് ചെയ്തു, ശ്രുതിയല്ല വർഷ എന്ത് ചെയ്തു, സാമ്പ്രാണിത്തിരി കത്തിക്കുകയാണ്. അങ്ങനെ വർഷ സാമ്പ്രാണിത്തിരി, എങ്കിൽ പിന്നെ ഞാൻ സാമ്പ്രാണിത്തിരി കത്തിക്കാന്ന് പറഞ്ഞുകൊണ്ട് സാമ്പ്രാണിത്തിരി കത്തിച്ചു. അപ്പം ചന്ദ്ര പറഞ്ഞു, മോളെ ദേ മനസ്സുരുകി പ്രാർത്ഥിക്കണം കേട്ടോ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, മനസ്സുരുകി നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും നിന്നിങ്ങനെ പ്രാർത്ഥിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എങ്കിൽ പിന്നെ ഇനി കുറി തൊട്ടോളൂ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറി തൊട്ടോളൂ എന്ന് പറഞ്ഞു. നമ്മുടെ വർഷം എന്ത് ചെയ്തു, കുറിയെടുത്ത് ശ്രീകാന്തിന് തൊട്ടുകൊടുത്തു, ശ്രീകാന്തും കുറിയെടുത്ത് തൊട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളവും കുറച്ച് ഉപ്പും മുളകും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയില്ലാണ്. എന്നിട്ട് പറഞ്ഞു, മോളെ ഇന്ന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഇതെന്താ പുതിയ ഡിഷ് വല്ലതും ഉണ്ടാക്കാൻ പോവാണോ? അയ്യോ അല്ല മോളെ, അതെ പുതിയതായിട്ട് കയറി വന്ന മരുമകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ആദ്യം ഉപ്പിലും മുളകിലും തൊട്ടിട്ട് വെള്ളത്തിൽ കൈമുക്കണം എന്ന് പറഞ്ഞു. ആണോ, അങ്ങനെയൊക്കെ ഉണ്ടോ ആന്റി എന്ന് ചോദിച്ചപ്പം, അങ്ങനെയൊക്കെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞു. നമ്മുടെ ചന്ദ്ര അങ്ങനെ ചെയ്തു കേട്ടോ. ചന്ദ്രയല്ല സോറി, വർഷ അങ്ങനെ ചെയ്തു കേട്ടോ. വർഷ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഇനിയിപ്പോ രണ്ടുപേരും ആശീർവാദം മേടിക്കണം. ആശീർവാദം മേടിക്കാൻ പറഞ്ഞു. നമ്മുടെ വർഷയ്ക്ക് ഈ ആശീർവാദം മേടിക്കുന്നൊന്നും ഭയങ്കര ഇഷ്ടമൊന്നും അല്ലല്ലോ, അതിനോട് വന്ന് താല്പര്യം ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കാണ് കേട്ടോ. എങ്കിലും ശ്രീകാന്ത് പറഞ്ഞു, കുനി ആശീർവാദം മേടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും തൊട്ട് തൊഴുത് ആശീർവാദം ഒക്കെ മേടിച്ചു. അപ്പോഴത്തേക്കാണെങ്കിൽ ആശീർവാദം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും വന്നിട്ട് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് പറഞ്ഞു, രേവതി ഇതേ പാലും പഴവും എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. രേവതിനെ പറഞ്ഞു വിട്ടു. അത് ശ്രീകാന്തിനോട് പറഞ്ഞു, വർഷയുടെ കൈ പിടിച്ചിട്ടേ മോനൊരു കാര്യം ചെയ്യാം, അവിടെ പോയിരിക്കെ, നിങ്ങൾ രണ്ടുപേരും ഇനിയിപ്പൊ പുതിയ പെണ്ണും ചെറുക്കനും തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പുതിയ പെണ്ണും ചെറുക്കനോ, ഞങ്ങളിതിന് പുതിയ പെണ്ണും ചെറുക്കനും അല്ലല്ലോ, അങ്ങനെയല്ല മോളെ പറഞ്ഞത്, നിങ്ങൾ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നല്ലേ മോള്, ശ്രീകാന്ത് മോളെ വിവാഹം കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ നിങ്ങൾ രണ്ടും പുതിയ പെണ്ണും ചെറുക്കനോ അങ്ങനെ പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ ഒരു സൈഡിൽ പോയി ഇരുന്നു. അപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ വിളിച്ചുകൊണ്ട് അശോകൻ കയറി വരുന്നത്. ഇതാരാ അശോകനോ? അപ്പോഴത്തേക്കും അശോകൻ ചോദിച്ചു, ശ്രീകാന്ത് ഭാര്യയും വന്നോ? വന്നു എന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അല്ല തന്നെ കണ്ടു കുറച്ചു നാളായല്ലോ,
എപ്പോഴും വരണം എന്നൊക്കെ കരുതും, പക്ഷെ സമയം കിട്ടുന്നില്ല, ഓരോ കാര്യങ്ങളും തിരക്കൊക്കെ അല്ലേ. അതെ വർഷ മോളെ, ഇതാട്ടോ അശോകൻ, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ, എനിക്ക് ഒരു സുഹൃത്തേ ഉള്ളൂ, ആ സുഹൃത്താ ഇതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ശ്രീകാന്ത് എണീറ്റു. വർഷയ്ക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹായ് അങ്കിൾ, സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ മോളെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ അശോകൻ വന്നിട്ട് പറഞ്ഞു, അതേ ശ്രീകാന്ത്, നീ ചെയ്ത തെറ്റ് മറന്നിട്ട് അച്ഛൻ നിന്നോട് ക്ഷമിച്ചു. അറിയാലോ രവി അങ്ങനെയാ, നല്ല മനസ്സുള്ളവനാ. നിന്റെ അച്ഛന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി നീ ഇനി പരമാവധി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം. ഇനി ഇദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ, ഇത്രയും നാൾ നീ വിഷമിപ്പിച്ചു, ഇനി വിഷമിപ്പിക്കാൻ പാടില്ല. എന്തായാലും നിങ്ങളെ ഇങ്ങനെ ഇവിടെ കാണാൻ കഴിഞ്ഞല്ലോ, അതിന് ഒരുപാട് സന്തോഷമുണ്ട്. രവീന്ദ്ര നല്ല തീരുമാനമാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ശരി ശരി ശരി, ചടങ്ങുകളൊന്നും പൂർണ്ണമായില്ല, ഇനിയും ചടങ്ങുകളൊക്കെ നടത്താനുണ്ട്. അതെ നിങ്ങൾ അവിടെ ഇരിക്കും മക്കളെ. അതെ ശ്രുതി രേവതിയോട് നീ ചെന്ന് അതൊക്കെ മേടിച്ചിട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പഴോ പാലോ എന്തൊക്കെയോ മേടിച്ചിട്ട് വരാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ വന്നിട്ട് നമ്മുടെ ശ്രുതി മേടിച്ചിട്ട് വന്നു. ശ്രുതി മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് തട്ടിപ്പറിച്ചു കേട്ടോ. വല്ലാണ്ടായി പോയിട്ട് സത്യം പറഞ്ഞാൽ ശ്രുതിനെ കൊണ്ട് കൊടുപ്പിക്കുന്ന ഓർത്തത്. അങ്ങനെ നമ്മുടെ ചന്ദ്രയാട്ടോ എല്ലാ കാര്യവും മുന്നിൽ നിന്ന് ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, അതെ ശ്രീകാന്തേ, നീ ഈ പാലെടുത്ത് കുടിച്ചിട്ട് ബാക്കി വർഷയ്ക്ക് കൊടുക്ക്. അപ്പോഴത്തേക്ക് വർഷ ചോദിച്ചു, അതെന്താ ഇവിടെ വേറെ ഗ്ലാസ് ഒന്നുമില്ലേ? അല്ല അതുകൊണ്ടാണോ രണ്ടുപേർക്കും കുടിക്കാനുള്ള ഗ്ലാസ് ഒരു ഗ്ലാസ്സിൽ തരുന്നത് പാല്? അത് ശരിയാണോ അമ്മേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ മോളെ, ഇതൊക്കെ ഒരു ചടങ്ങാ, ഇതൊക്കെ ഒരു സമ്പ്രദായമാണേ. ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കണം, അങ്ങനെയാ. അതെന്താ അമ്മേ? അല്ല ഭാര്യ കുടിച്ചതിന്റെ ബാക്കി ഭർത്താവിന് കുടിക്കത്തില്ലേ? അതും ഒരു സമ്പ്രദായമാക്കി കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി ഇത് വളരെയധികം മുന്നോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പാൽ ആദ്യം നമ്മുടെ ശ്രീകാന്ത് ആണല്ലോ കുടിക്കേണ്ടത്. വർഷം എടുത്തിട്ട് ശ്രീകാന്തെ, ഇത് ഞാൻ ആദ്യം കുടിക്കാന്ന് പറഞ്ഞ് വർഷം ആദ്യം കുടിച്ചിട്ട് ശ്രീകാന്തിന് കൊടുക്കാണ് കേട്ടോ. വന്നപ്പോ തന്നെ തലതിരിവാണ്. അപ്പൊ ഇനിയിപ്പോ മുന്നോട്ടേക്ക് മൊത്തം തലതിരിവാണെന്ന് പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച്. ഇത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു നമ്മുടെ വർഷ, അല്ല ഇനി എന്താ വേണ്ടത് ആന്റി? അതെ ഇനി രണ്ടുപേരും പഴം കഴിക്കണം. പഴമോ? ഈ പഴം എനിക്ക് ഇഷ്ടമല്ല, ആപ്പിള് കിട്ടുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചോട്, ഇത് എന്താ സച്ചോട്ടെ ഇങ്ങനെ? എനിക്കറിയത്തില്ല, അനുഭവിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, പക്ഷേ ആപ്പിള് പോരെ, പഴം തന്നെ കഴിക്കണം. അതെ പഴം മോള് അവനെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ബാക്കി കഴിക്കാനോ? വേണ്ട വേണ്ട, ഞാൻ ആദ്യം കഴിച്ചോളാം. ഞാൻ കഴിച്ചിട്ട് ഞാൻ ശ്രീകാന്തിന് കൊടുക്കാന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് പഴം എടുത്ത് കഴിച്ചിട്ട് പിന്നെ ശ്രീകാന്തിന് കൊടുക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും അന്തം വിട്ട് കുന്തം പോലെ നോക്കാണ് കേട്ടോ. നമ്മുടെ അശോകൻ വന്നു കയറിയ അശോകനും അതുപോലെ നമ്മുടെ രവീന്ദ്രനും ശ്രുതിയും സച്ചിൻ രേവതിക്കൊക്കെ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ കിളി പോയ ഒരു അവസ്ഥയായി പോയിട്ടോ. ഇനിയിപ്പോ മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും പോകുന്നതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും പഴവും നമ്മുടെ വർഷ തന്നെ കഴിച്ചു. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, ഇവള് ഭയങ്കര ഓവറാണെന്ന് തോന്നുന്നല്ലോ ശ്രുതി. അതെ മോഡേൺ ആയെന്നാണെന്ന് തോന്നുന്നു. പിന്നെ അമേരിക്കയിൽ നിന്നാണോ ശ്രുതി ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് കണ്ടിട്ടെ വല്ലാത്തൊരു പ്രശ്നം തോന്നുക. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അപ്പൊ രേവതിയോട് ചന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ നോക്കി ഇവിടെ നിൽക്കുന്നത്? കഴിക്കാൻ വല്ലതും ഉണ്ടാക്കത്തില്ലേ നിനക്ക് പോയി എന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, അതേ മോളെ ശ്രുതി, നീ ഇവരെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അടുക്കളയിലേക്ക് നമ്മുടെ രേവതിനെ വിട്ടത് വർഷയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ വർഷ അത് ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒന്ന് നോക്കി നമ്മുടെ രേവതിനെ അടുക്കളയ്ക്ക് ഓടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവരങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രനോട് പറഞ്ഞു, അതെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം യൂണിയൻ ഓഫീസിലൊന്ന് സംസാരിക്കണം, ആ ബില്ലൊക്കെ ഒന്ന് കൊടുക്കണം, കുറച്ചെങ്കിലും കിട്ടുമെന്ന് നോക്കണമല്ലോ. എങ്കിൽ പിന്നെ ഞങ്ങളൊന്ന് ഓഫീസിലേക്ക് പോകാം. എടോ താനൊന്ന് ഇരിക്കുക അശോക, ഞാൻ ഇപ്പം വരാം, നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് അശോകനോടും പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര അങ്ങ് അകത്ത് കയറി പോയിട്ടോ. ഏതായാലും മൂന്ന് മരുമക്കളെയും കിട്ടി. 3 മക്കളുടെ കല്യാണം കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമാണ് രവീന്ദ്രന്. ഇത് കഴിഞ്ഞപ്പോ പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രനെയാണ്. ചന്ദ്രയാണെങ്കിൽ എന്റെ ഈശ്വരാ, ഈ പെങ്കൊച്ചിത് എന്തൊക്കെയാ കാണിക്കുന്നത്? അയ്യോ ശ്രുതിയെ പോലെയൊന്നും അല്ല, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കുറച്ച് പാടാണെന്നാ തോന്നുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രവീന്ദ്രനും അശോകനും കൂടെ അങ്ങ് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ അശോകൻ ചോദിക്കുക, ഈ ശ്രീകാന്തിന്റെ ഭാര്യ എന്താ ഇങ്ങനെ സംസാരമൊക്കെ ഏതോ ഒരുമാതിരി? അത് പിന്നെ പുതിയ കാലത്തെ ചില പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ അശോക. നമ്മുടെ 3 മരുമക്കളെയും ഞാൻ ഒരുപോലെയാ കാണുന്നത്. എന്നാലും രേവതിക്കുള്ള സ്നേഹവും നല്ല മനസ്സും ഒന്നും മറ്റു 2 പേർക്കും ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അത് ശരിയാ രവീന്ദ്ര നീ പറഞ്ഞത്. 3 മരുമക്കൾക്കും 3 തരം സ്വഭാവം തന്നെയാ ഉള്ളത്. എടാ നിന്റെ ഭാര്യ ചന്ദ്രമതി കുറച്ച് കഷ്ടപ്പെടുന്നാ തോന്നുന്നത്. ചന്ദ്രനെ കൊണ്ട് അവര് കഷ്ടപ്പെടുന്നു പറ അശോക, അല്ലാതെ ചന്ദ്ര കഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല.
എന്തായാലും ഇപ്പൊ ഒരു സമാധാനം ഉണ്ട് അശോക, മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. എന്തോ ഇപ്പൊ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടി. കുടുംബത്തിൽ എന്നും ഇങ്ങനെ സമാധാനമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നിങ്ങനെ രവീന്ദ്രൻ പറയാ. രവീന്ദ്രന് അറിയില്ലല്ലോ ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ സമാധാനക്കേടാ കിടക്കാൻ പോകുന്നതെന്ന്. കൂട്ടത്തല്ലും മടിയും ബഹളവും ഒക്കെ ആയിട്ടൊക്കെ പോകും. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ ടൊമാറ്റോസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്ര കയറി വന്നിട്ട്, അല്ല രേവതി ഒക്കെ റെഡിയായോ? അല്ല മനസ്സിലായില്ല. അതെ, കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയോന്നാ ചോദിച്ചത്. അത് പിന്നെ ഇപ്പൊ റെഡിയാകും. നീ ഇവിടെ എന്തെടുക്കുക രേവതി, വേഗം റെഡിയാക്കുക. ശ്രീകാന്തിനും വർഷയ്ക്കും വിശക്കുന്നുണ്ടാകും. അവർക്ക് ഇന്ന് വല്ലതും കൊടുക്കണ്ടേ, അവർക്ക് വല്ലതും കഴിക്കണ്ടേ? പെട്ടെന്ന് ആയിക്കോട്ടെ. നീ നിന്റെ സാമട്ടിന് ഓരോന്ന് കണ്ടു നിന്ന് ചെയ്യുന്ന പോലെയൊന്നും അല്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, നീ വർഷയോട് അധികം സംസാരിക്കാനും പിറക്കാനൊന്നും പോകണ്ട. അതെന്താമേ ഞാൻ വർഷയോട് സംസാരിച്ചാല്? അവളുടെയും ശ്രീകാന്തിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ. അല്ല 1 മാസം ആയല്ലോ. അല്ല ഞാൻ നിന്നോട് ഇപ്പൊ കണക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിന്നോട് സംസാരിക്കണ്ട, അത്ര തന്നെ. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരെ തനിയെ വിടണം, സ്വസ്ഥതയോടുകൂടി. അത് മാത്രമല്ല, വർഷ കോടീശ്വരിയ, വലിയ വീട്ടിലെ പെണ്ണ. നീ അവളുടെ മുമ്പിൽ ചെന്ന് അതും ഇതൊന്നും പറയരുത്. നിനക്ക് സംസ്കാരമില്ല. ഇളിച്ചോണ്ട് പല്ലും കാണിച്ച് നിൽക്കരുത്. ഇവിടെ പിടിക്കാതെ അവള് പോകാൻ വേണ്ടി അവസരം നീ ഉണ്ടാക്കിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ്, വേണ്ട, ഒന്നും പറയണ്ട, ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല, ഞാൻ ഇറങ്ങി പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ ഒച്ച ഇങ്ങനെ പൊങ്ങി കേൾക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര, അയ്യോ എന്താ വർഷം ഇവിടെ നിൽക്കില്ല എന്ന് പറയുന്നേ? എന്ത് പറ്റി? എടി രേവതി, നീ അവളോട് എന്തെങ്കിലും പറഞ്ഞോ? എന്റെ പൊന്നമ്മ, ഞാൻ ഇവിടെ നിൽക്കുവല്ലേ, ഞാൻ അവളോട് എന്ത് പറയാനാ? എന്തുവാ? അപ്പോഴത്തേക്കും വർഷം അവിടെ നിന്ന് വീണ്ടും ഒച്ചയ്ക്ക്, ഞാൻ പോകുന്നു പറഞ്ഞ പോകും ശ്രീകാന്തെ, ഞാൻ പോകുന്നു പറഞ്ഞ പോകും. എന്റെ ഈശ്വര, വന്നു കയറിയ മഹാലക്ഷ്മി ഇപ്പൊ തന്നെ പോവോ? അവള് പോകുന്നാണല്ലോ പറയുന്നത്. എന്റെ ഈശ്വര, അവളെ ഒന്ന് പിടിച്ചു നിർത്ത്. അയ്യോ മോളെ പോവല്ലേ, മോളെ പോവല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര ഓടി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വർഷ, നീ എന്നെ അന്വേഷിച്ച് വരരുത്, നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി വരികയാണേ. നമ്മുടെ വർഷ എന്താ ചെയ്യുന്നത്? ഡബിങ് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഇതറിഞ്ഞില്ല നമ്മുടെ ചന്ദ്ര. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ കൈ കെട്ടി നോക്കി നിൽക്കുക. അപ്പൊ ചന്ദ്ര ഇങ്ങനെ അയ്യോ പോലെ എന്ന് ഓടി വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിച്ചു, എന്താ മോനെ ഈ കേൾക്കണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ മോനെ ഇതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ എന്റെ പൊന്നമ്മേ, വർഷ ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും അല്ല എനിക്കറിയാം. നീ എന്തോ പറഞ്ഞു, നീ മാറി നീങ്ങാടാ. അതെ മോളെ, എന്താ നീ വീട് വിട്ടു പോകുന്നത്? എന്താ അതിന് മാത്രം ഉണ്ടായത്? ശ്രീകാന്തെ, നീ വർഷ മോളോട് വല്ലതും പറഞ്ഞോ? ശോ ഇല്ലമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. മോളെ, വർഷ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ മോളങ്ങ് ക്ഷമിക്ക്, വീട് വിട്ടു പോകരുത്. അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനാ അമ്മ വീട് വിട്ടു പോകുന്നത്? അല്ല പിന്നെ മോളിപ്പോ പറഞ്ഞതോ? എന്റെ പൊന്നാന്റി, അതെ, ഒരു സീരിയലിന്റെ ആ ഒരു ചെറിയൊരു ഡബിങ് ഉണ്ടല്ലോ, അത് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഇതൊന്ന് ഫോണിലൊന്ന് ഡബ് ചെയ്ത് നോക്കിയതാ. ഇപ്പൊ തന്നെ ചിലപ്പോ ഇതെടുത്ത് അയച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനങ്ങ് ഫോണിൽ അങ്ങ് ചെയ്തതാ. ഓ, വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണോ? അയ്യോ, ഞാൻ ആദ്യം അങ്ങ് പേടിച്ചു പോയി മോളെ. ഞാൻ ഓർത്ത് മോള് കേറി വന്നതും ഞാനും പേടിച്ചു എന്നിങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു. എന്നിട്ട് രേവതി പറഞ്ഞു, ഇന്ന് വന്നതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ വീട് വിട്ടു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, നീ അടുക്കള പൊക്കെ രേവതി, നീ നിന്റെ ജോലി ചെയ്യാൻ പൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിനെ വീണ്ടും ആട്ടി ഓടിക്കാൻ കേട്ടോ. ഇനിയിപ്പോ വർഷമായിട്ട് കൂടുതൽ അടുക്കുമെന്നൊക്കെ ഒരു പേടി പുള്ളിക്കാരിക്ക്, ആർക്കാ? നമ്മുടെ ചന്ദ്രയ്ക്ക്. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, മോളെ നിനക്ക് വിശക്കുന്നുണ്ടോ? കഴിക്കാൻ വല്ലതും എടുക്കട്ടെ? അയ്യേ വേണ്ട ആന്റി, ഇപ്പോഴും അല്ലേ പാലും പഴവും കഴിച്ചത്. അതെ അമ്മ, ഇവള് വെറുതെ പറയുന്ന, ഇവള് വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. ഏത് സമയം ഭക്ഷണം കരുതിയിരിക്കണം. എപ്പോഴാ വിശക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. വിശന്ന് കഴിഞ്ഞ് ഇവക്കെ കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോ ശ്രീകാന്ത് ശ്രീകാന്ത് ഇവിടെ ഇരിക്കുക, നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് കയ്യിലൊക്കെ അങ്ങ് കയറി പിടിച്ച് രണ്ടുപേരും കൂടെ അങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്ര അവിടെ ഇരിപ്പുണ്ട്. ചന്ദ്ര അവിടെ ഇരിക്കുന്ന കാര്യമൊക്കെ സത്യം പറഞ്ഞ വർഷമായൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ചന്ദ്രയ്യേ, ഈ പെങ്കൊച്ച് എന്താ ഈ കാണിക്കുന്നത്? മോശം. എന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി വന്നിട്ട് ആന്റി എന്ന് പറഞ്ഞു. മോളെ ശ്രുതി, നീ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതി അവിടെ ഇരിക്കുക. ശ്രുതി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ചന്ദ്രയോട് പറഞ്ഞു, ഓ സന്തോഷമായി, എനിക്ക് തങ്ക പോലത്തെ 2 മരുമകൾ കിട്ടിയില്ലേ എനിക്ക്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞു. നമ്മുടെ രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമം കേട്ടോ. രേവതി മാറി നിന്ന് ഇതൊക്കെ കേൾക്കുക. അപ്പൊ ചന്ദ്ര പറയാ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്റെ കൂടെ വേണം. എല്ലാവരുടെയും മനസ്സ് മാറ്റി നിങ്ങൾ 2 പേരെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാന്നറിയാമോ വർഷ? ഇതുകൊണ്ടൊക്കെ തന്നെയാ.
അല്ല ആന്റി, ആക്ച്വലി രേവതി ചേച്ചിയോട് നമ്മൾ അതിന്റെ നന്ദിയൊക്കെ പറയേണ്ടത്. ചേച്ചിയാ ശരിയായ സമയത്ത് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതും വീട്ടിൽ ചെന്ന് എന്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിച്ചത്. അതുകൊണ്ടാ എന്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റുമായിരുന്നോ? അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം ആരാ? രേവതി ചേച്ചിയല്ലേ. അപ്പൊ രേവതി ചേച്ചിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു. രേവതി ഇത് കേട്ടിട്ട് പതുക്കെ ഇങ്ങനെ ചിരിച്ചു നിൽക്കാണ് കേട്ടോ. വേറെ വലിയ കാര്യമൊന്നും പറയുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. രേവതി പറഞ്ഞു, എടി രേവതി, അടുക്കളയിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, നീ ഇവിടെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുക, നീ അടുക്കളയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ശബ്ദമൊന്നും കേട്ടില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞു. നിന്റെ ചെവി അടിച്ചു പോയോ രേവതി? എന്തോ പാത്രം എന്തോ ചാടി ശബ്ദം കേട്ടു. പണ്ട് പല്ലി വീണ പോലെ ഇനി പല്ലി വീഴ്ത്താനാണോ? നീ ചെന്ന് നോക്ക എന്നിങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. വർഷമൊന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, മോളൊന്നും വിചാരിക്കണ്ട കേട്ടോ, അവളെ ശ്രദ്ധിക്കത്തില്ല, ഒരു ശ്രദ്ധയില്ല പെങ്കുച്ചിന്, വെറുതെ ഇങ്ങനെ അങ്ങ് നടക്കുക അവിടെ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട്. അല്ല ശ്രുതി, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, വർഷയ്ക്ക് ചൂടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കുക. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ചുറ്റിക്കാണിക്കാൻ മാത്രം ഇവിടെ എന്താ ഉള്ളത്? എടാ, എന്തൊക്കെയാ ഉള്ളതെന്ന് അവക്കും അറിയണ്ടേ, അവളും ഇനി ഈ വീട്ടിലെ പെങ്കൊച്ചല്ലേ. മോളെ, താഴെയാണ് കിച്ചൺ കേട്ടോ. അതിന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ലല്ലോ, അത് ശ്രീകാന്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നേ ഇല്ലല്ലോ. ഇടി ഒന്ന് ചുമ്മാ ഇരിക്കണേന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് കേട്ടോ. ഈ പെങ്കോച്ച എന്തൊക്കെ ഈ പറയുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ വല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നുമില്ല, ദഹിക്കാതിരിക്കാൻ പറ്റത്തുമില്ലാത്തൊരവസ്ഥ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത്, അയ്യോ എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എണീറ്റ് പോയിട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര വർഷേനെ വിളിച്ചോണ്ട് അങ്ങ് പോയിട്ട് പറഞ്ഞു, അതേ മോളെ, എല്ലാവരും ജനിച്ചതും വളർന്നതും ഒക്കെ ഈ വീട്ടിലെ എന്റെ മക്കള്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ അച്ഛൻ മേടിച്ചു തന്ന വീടായത്, ഈ വലിയ വീട്. മോള് വാ, ബാക്കി കാര്യങ്ങളൊക്കെ മോക്ക് ഞാൻ ഇനി പറഞ്ഞു തരാം. ദേ, അത് കണ്ടോ, അത് മോക്ക് ഇഷ്ടായോ? ഇത് കണ്ടോ, ഇത് മോക്ക് ഇഷ്ടായോ? ശ്രുതി ഇങ്ങ് വന്നേ ശ്രുതി എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്ടക്കൂടുതൽ നമ്മുടെ വർഷയോടാണോ എന്നൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട് ശ്രുതിക്ക്. എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, അതേ ശ്രുതി, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ദേ ഇവരുടെ മുറിയാ. വാവ്, നല്ല നീറ്റാണല്ലോ റൂം, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, താങ്ക് യു വർഷ. ശ്രുതി അങ്ങനെയാ, ശ്രുതി ഉണ്ടല്ലോ നല്ല കലാബോധമുള്ള പെങ്കൊച്ചാ. പിന്നെ കല്യാണത്തിന് മുമ്പേ കുറെ ട്രോഫി ഷീൽഡും ഒക്കെ ഉണ്ടായിരുന്നു, എന്റെ ശ്രുതിമോന് കിട്ടിയതാ. എല്ലാം തുരുമ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ എടുത്തു മാറ്റിയത്. അല്ല, ഈ ഷീൽഡും ട്രോഫിയൊക്കെ എന്തിനു കിട്ടിയതാ? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അപ്പൊ ചന്ദ്ര പെട്ടെന്ന്, അതെ, അവൻ മിടുക്കനല്ലേ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ ഇവൻ നല്ല വിജയിയാ, നല്ല ഓട്ടക്കാരനാ, നല്ല സ്പോർട്സ് അവന്. അവന്റെ ശരീരമൊക്കെ നല്ല കരുത്തുള്ളതാ, ഇപ്പോഴും അവൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞു. അത് നമ്മുടെ ചന്ദ്ര ശ്രുതിക്കിട്ടൊന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്കും വർഷം ചോദിച്ചു, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവാണെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, അവൻ ഇപ്പോഴും ചുമ്മാ ജസ്റ്റ് എന്താ പറഞ്ഞ ഫൺ, അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് വിട്ടു കേട്ടോ. എന്നിട്ട് ചന്ദ്ര എല്ലാരെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് പോവാണ്. എന്നിട്ട് വർഷയോട് പറഞ്ഞു, അതെ, ഈ വീട്ടിലെ മൂത്ത മരുമോൾ ആരാന്നോ? വർഷ. ഇവളോടാണ് എനിക്ക് ഏറ്റവും സ്നേഹം. ഇനിയിപ്പം ഇവളെ പോലെ തന്നെ നീയും എനിക്ക് സ്പെഷ്യലാ. നിങ്ങളെ രണ്ടുപേരെയും മരുമക്കളായി കിട്ടിയത് എന്റെ ഭാഗ്യമോ മോളെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. രണ്ടുപേരെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഏതായാലും പാവം നമ്മുടെ രേവതി ഇനി അവിടെ എന്തൊക്കെ നേരിടേണ്ടി വരും, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ നയനുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.